കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ച സ്വവർഗാനുരാഗിയായ യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. യുവാവിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സ്വവർഗ പങ്കാളിക്ക് ഹൈക്കോടതി അനുമതി നൽകി. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാമ, മൃതദേഹം ഏറ്റെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഹർജിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ കോടതി നിർദ്ദേശം? കോടതി ഇതിന്റെ അന്തിമമായ ഉത്തരവ് ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല. അതിന്റെ നടപടികൾ കോടതിയിൽ ഇതിന്റെ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇതിന്മേൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അന്തിമമായ ഒരു ഉത്തരവാണ്, ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് പുറപ്പെടുവിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ച പങ്കാളിയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനാണ് പങ്കാളിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് അന്തിമോപചാരം അർപ്പിക്കാം എന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ അനുമതി. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ മരിച്ച മനു ഫ്ളാറ്റിൽ നിന്നാണ് വീണു മരിച്ചത്. മരിച്ച മനുവിന്റെ സഹോദരനുമായി സംസാരിക്കാൻ ഈ ജെബിൻ ജോസഫിന് അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ സഹോദരന്റെ അനുമതി വാങ്ങിയതിനു ശേഷം മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മരിച്ച മനുവിന്റെ മൃതദേഹം ഏറ്റെടുത്തു എന്ന കാര്യം ബന്ധുക്കൾ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവിന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിന്മേലൊരു ഉത്തരവ്, ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്.